ചൈനയുമായുള്ള വാണിജ്യം. അറബികൾ, ഫിനീഷ്യന്മാർ, റോമാക്കാർ മുതലായവരെ കൂടാതെ ചൈനക്കാരും ക്രിസ്തുവർഷത്തിന്റെ ആരംഭ ശതകത്തിലോ അതിനു മുൻപു തന്നെയോ കുരുമുളക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. അവരുടെ കച്ചവടം റോമാക്കാരുടേതിനേക്കാൾ നീണ്ടു നിൽക്കുകയുണ്ടായി. ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും കപ്പലുകൾ കേരളത്തിലെ തുറമുഖങ്ങളിൽ അടുക്കാൻ തുടങ്ങുന്നതിനു മുൻപേ ചീനക്കാർക്ക് കേരളവുമായി വാണിജ്യബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ ഇവിടെ ഒരു സങ്കേതം സ്ഥാപിച്ചിരുന്നുവെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ചന്ദനവലിയിൽ നിന്ന് കണ്ടുകിട്ടിയതും BC 1-ാം ശതകത്തിൽ പ്രചരിച്ചിരുന്നതുമായ ഒരു ചീന നാണയം നൽകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവർഷാരംഭത്തിനു മുൻപ് തന്നെ ചൈനയും ദക്ഷിണേന്ത്യയും തമ്മിൽ വാണിജ്യബന്ധങ്ങൾ ആരംഭിച്ചിരുന്നതായി ചിലർ കരുതുന്നു. AD 9-ാം ശതകത്തിൽ കൊല്ലമായിരുന്നു ചീനക്കാരുടെ വാണിജ്യത്തിന്റെ കേന്ദ്രം. തിരുവഞ്ചിക്കുളത്തിനടുത്തുള്ള ചേരമാൻ പറമ്പിൽ പരീക്ഷണാർത്ഥം നടത്തിയ ഖനനത്തിന്റെ ഫലമായി ചീനപാത്രങ്ങളുടെ ഒട്ടേറെ കഷ്ണങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അവ 12ഉം 13ഉം ശതകങ്ങളിലേതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. 13-ാം ശതകത്തിലെ വിദേശ സഞ്ചാരിയായ മാർക്കോ പോളോ പടിഞ്ഞാറെ ഏഷ്യയിലെയും ചൈനയിലെയും രാജ്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങളിലും കുരുമുളകിലും കേരളവുമായി നടത്തിയിരുന്ന വാണിജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുരുമുളകും ഇഞ്ചിയും കറുവാപ്പട്ടയും കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ചൈനക്കാർ ദിവസം തോറും 43 ചുമട് കുരുമുളക് വാങ്ങുന്നതായി ചീന ചക്രവർത്തിയായ കുബ്ലൈ ഖാന്റെ ചുങ്കമുദ്യോഗസ്ഥൻ ഹാങ് ചൗ നഗരത്തിൽ വെച്ച് മാർക്കോ പോളോവിനെ അറിയിക്കുകയുണ്ടായി. 243 പൗണ്ടാണ് ഒരു ചുമട്. അപ്പോൾ മൊത്തം 10,449 പൗണ്ട് കുരുമുളകാണ് അവർ ഒരു ദിവസം വാങ്ങിയിരുന്നത്. സൈത്തൂൺ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇറക്കുമതി ചെയ്യുന്ന കുരുമുളകിന്റെ 100% പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ആവശ്യത്തിലേക്ക് അലക്സാണ്ട്രിയയിൽ ഇറക്കിയിരുന്നുള്ളൂ എന്നും മാർക്കോ പോളോ പ്രസ്താവിക്കുന്നു. ഈ വമ്പിച്ച കുരുമുളക് വ്യാപാരത്തിൽ നിന്ന് കുബ്ലൈ ഖാന് ഭീമമായ നികുതിയാണ് ലഭിച്ചിരുന്നത്. സുഗന്ധദ്രവ്യ വ്യാപാരികൾക്ക് ചരക്കിന്റെ വിലയിൽ പകുതി കണ്ട് ലാഭം കിട്ടിയിരുന്നു. ചൈനയിലേക്ക് കുരുമുളക് കയറ്റിപ്പോകുന്ന കപ്പലുകളുടെ രസകരമായ വിവരണവും മാർക്കോ പോളോ നൽകുന്നുണ്ട്. കപ്പലുകളുടെ വലിപ്പമനുസരിച്ച് കപ്പൽ ജോലിക്കാരുടെ എണ്ണം 150 മുതൽ 300 വരെയായിരുന്നു. കുരുമുളക് നിറച്ച 5000 മുതൽ 6000 വരെ കുട്ടകൾ ഒരു കപ്പലിൽ കയറ്റിയിരുന്നത്രേ. കേരളത്തിന്റെ നാവിക പാരമ്പര്യം. വിദേശ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് കേരളവുമായി നടത്തിപ്പോന്ന വാണിജ്യത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. കേരളീയർ വിദേശ രാജ്യങ്ങളിലേക്ക് സമുദ്രസഞ്ചാരം നടത്തിയിരുന്നതായി പ്രാചീന സംഘകാല കൃതികളിൽ നിന്ന് മനസ്സിലാക്കാം. വിദൂര രാജ്യങ്ങളിൽ നിന്ന് സമ്പത്തു നേടാൻ കേരളത്തിലെ കപ്പലുകൾ കടലിൽ തിരക്കിട്ടോടുന്നതായി പതിറ്റുപ്പത്തിലെ 6-ാം പത്തിൽ കാക്കൈ പാടിനിയാർ എന്ന കവയിത്രി പാടുന്നു. ദക്ഷിണേന്ത്യയുടെ സമുദ്ര വാണിജ്യത്തിന്റെ മുൻപന്തിയിലായിരുന്നു കേരളം. വെളിയൻ എന്ന നാടുവാഴിയുടെ കൂറ്റൻ കപ്പലുകൾ സ്വർണം കൊണ്ടുവരാൻ വിദേശങ്ങളിലേക്ക് പോകുന്നതിനെപ്പറ്റി സംഘകാല മഹാകവിയായ പരണർ പറയുന്നു. അകം 152. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ പടിഞ്ഞാറൻ കടലിലേക്ക് ഒന്നെത്തി നോക്കാൻ വിചാരിക്കുക പോലും ചെയ്തിരുന്നില്ല എന്ന് പാടുന്ന മറ്റൊരു കവി പുറം 126. പശ്ചിമ സമുദ്രത്തിൽ കേരളത്തിലെ കപ്പലുകൾക്കുണ്ടായിരുന്ന അജയ്യമായ ആധിപത്യത്തെ ഭംഗ്യന്തരേണ പ്രകീർത്തിക്കുകയാണ്. കൊടുങ്കാറ്റിൽപ്പെട്ട് ജർമ്മൻ തീരത്തെത്തിയ ഇന്ത്യൻ കപ്പലോട്ടക്കാരെക്കുറിച്ച് പ്ലീനി പ്രസ്താവിക്കുന്നുണ്ട്. അനന്തരകാലത്ത്, അതായത് 9ഉം 13ഉം ശതകങ്ങൾക്കിടയിൽ അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നീ കേരളീയ വാണിജ്യ സംഘങ്ങൾ സ്വയം വിദേശ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കേരളത്തിന്റെ വ്യാപാരത്തിൽ വിദേശ ശക്തികൾക്കാണ് പ്രാമുഖ്യമുണ്ടായിരുന്നത് എങ്കിലും അതിൽ കേരളീയർക്കുണ്ടായിരുന്ന പങ്ക് ഒട്ടും കുറവായിരുന്നില്ല. പഴയ തുറമുഖങ്ങൾ. ക്രിസ്തുവർഷാരംഭ ശതകങ്ങളിൽ കേരളത്തിന് വിദേശങ്ങളുമായുണ്ടായിരുന്ന വാണിജ്യപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമായിരുന്ന തുറമുഖങ്ങളെക്കുറിച്ച് പ്ലീനിയും പെരിപ്ലസുകാരനും ടോളമിയും വിശദമായി വിവരിക്കുന്നുണ്ട്. മുസിരിസ്, തിണ്ടിസ്, ബറക്കെ, നെൽക്കിണ്ട എന്നിവയാണ് പണ്ടത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. മുസിരിസ് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ മറ്റു തുറമുഖങ്ങൾ എവിടെയെല്ലാമായിരുന്നു എന്നതിനെപ്പറ്റി പണ്ഡിതന്മാരുടെ നിഗമനങ്ങൾ പലതാണ്. മേൽപ്പറഞ്ഞ തുറമുഖങ്ങളിൽ ഏറ്റവും പ്രമുഖം മുസിരിസ് ആയിരുന്നു എന്ന് തീർത്ത് പറയാം. വാൽമീകി രാമായണത്തിൽ മുരച്ചി പത്തനമെന്നും
തമിഴ് കൃതികളിൽ മുച്ചിറി എന്നും ഭാസ്കര രവിവർമ്മയുടെ ജൂതശാസനത്തിൽ AD 1000 മുയിരിക്കോടെന്നും ഇതിനെ പരാമർശിച്ചു കാണുന്നു. രണ്ടാം ചേര സാമ്രാജ്യകാലത്തും, അതായത് AD 800 മുതൽ 1102 വരെ, അതിനുശേഷവും മകോദൈ, മഹോദയപുരം, മഹോദയപട്ടണം എന്നീ പേരുകളിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു മുസിരിസ്. അത് മാറി മാറി ഫിനീഷ്യന്മാരുടെയും ഈജിപ്തുകാരുടെയും ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും വാണിജ്യ കേന്ദ്രമായിരുന്നതിന് പുറമെ പിൽക്കാലത്ത് കേരളത്തിന്റെ സംസ്കാര പാരമ്പര്യത്തെ സമ്പന്നമാക്കി തീർത്ത ക്രിസ്തുമതത്തിനും യഹൂദമതത്തിനും ഇസ്ലാം മതത്തിനും ആദ്യത്തെ ആശ്രയസ്ഥാനമായിരിക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിപ്പാലസ് കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചതോടുകൂടി ആണ് മുസിരിസ് റോമൻ വാണിജ്യത്തിന്റെ കേന്ദ്രമെന്ന നിലയിൽ പ്രാധാന്യം നേടിയത്. റോമൻ വ്യാപാര കാലത്ത് മുസിരിസിനുണ്ടായ അത്ഭുതകരമായ അഭിവൃദ്ധിയെ യവനഭൂമി ശാസ്ത്രകാരന്മാരും തമിഴ് കവികളും അസന്നിഗ്ധമായ ഭാഷയിൽ പ്രശംസിക്കുന്നുണ്ട്. മുസിരിസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം, പ്രീമിയം എംപോറിയം ഇന്ത്യയെ ആണെന്ന് പ്ലീനി രേഖപ്പെടുത്തുന്നു. തുറമുഖത്തിന് അല്പം ദൂരെ നങ്കൂരമടിച്ചു കിടക്കുന്ന കപ്പലുകളിലേക്ക് ചരക്കുകൾ വള്ളങ്ങളിൽ കൊണ്ടുപോകുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വലിയ വ്യാപാര കേന്ദ്രമായാണ് പെരിപ്ലസുകാരനും ടോളമിയും മുസിരിസിനെ പരാമർശിക്കുന്നത്. പലതരത്തിലുള്ള കപ്പലുകൾ തിങ്ങിക്കിടക്കുന്ന തുറമുഖത്തിന് തൊട്ടടുത്ത് വലിയ പണ്ടകശാലകളും വിശാലമായ തെരുവീഥികളും ഉള്ളിലേക്കു മാറി രാജകൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടകളിൽ വീടുതോറും കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ വീട്ടുകാർ നെല്ല് കൊടുത്ത് വാങ്ങുന്നതായി ഒരു തമിഴ് കവി പറയുന്നു. ചേരന്റെ പെരിയാറ്റിലെ വെള്ളത്തിൽ വെണ്ണുരകൾ ഇളകുമാറ് ചേണാർന്ന യവനക്കപ്പലുകൾ പൊന്നുമായി വന്ന് കുരുമുളകുമായി പോകുന്ന സമ്പന്നമായ മുച്ചിറി നഗരത്തെ അകനാനൂറിലെ ഒരു പാട്ടിൽ അകം 149 വർണ്ണിക്കുന്നുണ്ട്. മുസിരിസിലെ തിരക്കിട്ട കുരുമുളക് കച്ചവടത്തെ പുറനാനൂറിൽ പുറം 343 വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. വീടുകളിൽ നിന്ന് കുരുമുളകിൻ ചുമടുകൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നു. വിറ്റ സാധനങ്ങൾക്ക് വിലയായി കപ്പലിൽ നിന്ന് കിട്ടിയ പൊന്നും നിറച്ച് വഞ്ചികൾ മുച്ചിറിയിൽ കരയ്ക്കടുക്കുന്നു. അലകടലിന്റെ മന്ത്രസംഗീതം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇവിടെ കുട്ടുവൻ ചേരരാജാവ് കടലുകളുടെയും മലകളുടെയും അസുലഭ സമ്പത്തുകൾ സന്ദർശകർക്ക് സമ്മാനിക്കുന്നു. മുസിരിസിനടുത്ത് ഒരു അഗസ്റ്റസ് ദേവാലയം ഉണ്ടായിരുന്നതായും റോമൻ വാണിജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി 1200 റോമൻ പടയാളികൾ അടങ്ങിയ ഒരു സൈന്യത്തെ നഗരത്തിൽ പാർപ്പിച്ചിരുന്നതായും പ്യൂട്ടിൻഗേറിയൻ ടേബിൾസിനെ ആസ്പദമാക്കി ചില പണ്ഡിതന്മാർ വാദിക്കുന്നു. സ്ഥിരമായ റോമൻ സൈന്യം മുസിരിസിൽ ഇല്ലായിരുന്നെങ്കിൽ തന്നെയും റോമൻ കച്ചവടക്കാർ തങ്ങളുടെ വ്യാപാരത്തെ കടൽക്കൊള്ളക്കാരിൽ നിന്നും കാത്തുകൊള്ളാൻ സമരതന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സൈനികരെ ഏർപ്പെടുത്തിയിരുന്നു എന്ന് കരുതുക അബദ്ധമാവുകയില്ല. മുസിരിസിലേക്കുള്ള ഇറക്കുമതി ധാരാളം നാണയങ്ങൾ, ചെറിയ തോതിൽ പുഷ്പരാഗങ്ങളും നേർത്ത തുണിത്തരങ്ങളും, ചിത്രപ്പണിയുള്ള തുണികൾ, അഞ്ജനം, പവിഴം, കണ്ണാടി, ചെമ്പ്, തകരം, ഈയം, ബറിഗസയിൽ ഇറക്കുമതി ചെയ്യുന്ന വീഞ്ഞ്, മനയോല, ഹരിതാലം, ഗോതമ്പ് വ്യാപാര സാധനമല്ലായിരുന്നതിനാൽ കപ്പൽ ജോലിക്കാർക്കു വേണ്ടി മാത്രമുള്ള ഗോതമ്പ് എന്നിവയായിരുന്നു. കൊട്ടനോറയിൽ നിന്നുള്ള കുരുമുളക്, വിലപ്പെട്ട അസംഖ്യം മുത്തുകൾ, ദന്തം, പട്ട്, ഗംഗയിൽ നിന്നുള്ള ജടാമാഞ്ചി, ഉൾനാട്ടിൽ നിന്നുള്ള മലബത്രം, എല്ലാ തരത്തിലും പെട്ട തെളിക്കല്ലുകൾ, വജ്രങ്ങൾ, മരതകങ്ങൾ, ആമത്തോടുകൾ എന്നിവയായിരുന്നു കയറ്റുമതി ചരക്കുകൾ. AD 5 ശതകം മുതൽ റോമൻ വാണിജ്യം മന്ദീഭവിച്ചെങ്കിലും മുസിരിസ് മറ്റു രാജ്യങ്ങളുടെ, വിശേഷിച്ചും ചൈനയുടെ ശ്രദ്ധ ആകർഷിക്കയാൽ അതിൻ്റെ വാണിജ്യാഭിവൃദ്ധി പഴയ പോലെ തുടർന്നു. 1341 പെരിയാറ്റിലെ വെള്ളപ്പൊക്കം മൂലം കൊടുങ്ങല്ലൂർ അഴിമുഖത്തിന്റെ ആഴം കുറയുകയും കൊച്ചി തുറമുഖം പ്രാമുഖ്യം നേടുകയും ചെയ്യുന്നതുവരെ അത് കേരള തീരത്തിലെ വിദേശ വാണിജ്യവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ തുറമുഖമായിരുന്നു. മുസിരിസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ടിൻഡിസിനായിരുന്നു. മുസിരിസിന് 500 സ്റ്റേഡിയ, ഏകദേശം 60 മൈൽ വടക്ക് കടൽത്തീരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വലിയ ഗ്രാമം എന്ന് പെരിപ്ലസുകാരൻ അതിനെ വിശേഷിപ്പിക്കുന്നു. ഇത് തമിഴ് സാഹിത്യത്തിൽ
തൊണ്ടി എന്ന പേരിൽ പ്രസിദ്ധമാണ്. സംഘകാലത്തെ പല കൃതികളിലും തൊണ്ടി വർണ്ണിക്കപ്പെടുന്നുണ്ട്. കായ്കൾ കുലകുത്തിക്കിടക്കുന്ന തെങ്ങിൻ തോപ്പുകളും പരന്ന നെൽപ്പാടങ്ങളും പച്ചക്കുന്നുകളും നിറഞ്ഞതും നിറപ്പകിട്ടാർന്ന പൂക്കളാൽ മറഞ്ഞ തെളിനീരുമായി വെൺമണൽ തിട്ടകൾക്കിടയിലൂടെ ഉപ്പുരസമുള്ള പുഴയൊഴുകുന്നതുമായ തൊണ്ടിയെ ഒരു കവി പുറനാനൂറിൽ പുറം 17 വർണ്ണിക്കുന്നു. ഇത് കടലുണ്ടിയാണെന്നും പൊന്നാനിയാണെന്നും പന്തലായനി കൊല്ലമാണെന്നും പല വിധമാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പെരിപ്ലസുകാരന്റെ കാലത്ത് തിണ്ടിസ് പ്രധാനപ്പെട്ട ഒരു സമുദ്രതീര ഗ്രാമമായിരുന്നു. കാലക്രമേണ അതൊരു തുറമുഖ നഗരമായി വികസിച്ചു. ചേര രാജവംശത്തിന്റെ ഒരു ശാഖ തൊണ്ടിയിൽ വാണിരുന്നതായും പറയപ്പെടുന്നു. മുസിരിസിന് തെക്കുമാറിയുള്ള ബക്കറെ ഒരു മികച്ച വാണിജ്യ കേന്ദ്രമായിരുന്നു. പ്ലീനി ഈ സ്ഥലത്തെക്കുറിച്ച് വിശദ വിവരങ്ങൾ നൽകുന്നുണ്ട്. ബാരിസ് നദീമുഖത്തുള്ള ഒരു തുറമുഖമായിരുന്നു അത്. ചിലരുടെ അഭിപ്രായത്തിൽ ബാരിസ് പമ്പ നദിയാണ്. പ്ലീനിയുടെ കാലത്ത് വിദേശ കപ്പലുകൾക്ക് സൗകര്യമായി അടുക്കാൻ പറ്റിയ തുറമുഖമായിരുന്നു ബറക്കെ. മുസിരിസിനെ പോലെ അവിടെ കടൽ കൊള്ളക്കാരുടെ ഉപദ്രവം ഉണ്ടായിരുന്നില്ല. ഉൾനാടൻ പ്രദേശമായ കൊട്ടനോറയിൽ നിന്ന് ധാരാളം കുരുമുളക് ബറക്കയിൽ എത്തിയിരുന്നതായി പെരിപ്ലസുകാരൻ പറയുന്നു. ബറക്കെ ആലപ്പുഴയ്ക്ക് തെക്കുള്ള പുറക്കാടാണെന്നും കൊട്ടനോറ പമ്പയുടെ മുഖത്തുള്ള ഫലഭൂയിഷ്ടവും ഒന്നാന്തരം കുരുമുളകിന് കീർത്തി കേട്ടതുമായ കുട്ടനാടാണെന്നും അഭിപ്രായമുണ്ട്. പുറക്കാടിനും ബറക്കേക്കും ഭാഷാശാസ്ത്രപരമായ സാമീപ്യം കാണാം. പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായ ഗ്രന്ഥകാരന്മാർ പൊർക്കൈ എന്നിങ്ങനെയാണ് പുറക്കാടിനെ പരാമർശിക്കുന്നത്. ഏത് രീതിയിൽ നോക്കിയാലും പുറക്കാട് ഒരു കാലത്ത് ഒരു നല്ല തുറമുഖമായിരുന്നെന്ന് കാണാം. 18ാം ശതകത്തിന്റെ ഒടുവിൽ ആലപ്പുഴ ഒരു തുറമുഖമായി തെളിയുന്നതുവരെ കൊച്ചിക്കും കൊല്ലത്തിനും ഇടയ്ക്കുള്ള പ്രധാന തുറമുഖമായിരുന്നു പുറക്കാട്. മുസിരിസിന് തെക്കുള്ളതായി യവന ലേഖകന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു തുറമുഖമാണ് നെൽക്കിണ്ട. മുസിരിസിന് 500 സ്റ്റേഡിയ തെക്കായിരുന്നു അത്. നെൽക്കിണ്ട നീണ്ടകരയാണെന്നും നിരണമാണെന്നും 2 അഭിപ്രായമുണ്ട്. പ്ലീനിയും ടോളമിയും അവരുടെ വിവരണങ്ങൾ എഴുതിയ കാലത്തിന് ശേഷം കേരളത്തിന്റെ കടൽ തീരത്തിന് ഭൂമിശാസ്ത്രപരമായ വലിയ മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുള്ളതുകൊണ്ട് നെൽക്കിണ്ട എവിടെയാണെന്ന് തീർത്ത് പറയുക പ്രയാസമാണ്. ഇതുവരെ പറഞ്ഞ തുറമുഖങ്ങൾ കൂടാതെ വാണിജ്യത്തിലും നാവിക ശക്തിയിലും മികച്ചു നിന്നിരുന്ന മറ്റു തുറമുഖങ്ങളും പ്രാചീന കേരളത്തിൽ ഉണ്ടായിരുന്നു. അവയെല്ലാം ഇപ്പോൾ വിസ്മൃതങ്ങളായിരിക്കുന്നു. ബറക്കേക്കും കുമാരിക്കും കന്യാകുമാരിക്കും ഇടയിലുള്ള ഒരു സമുദ്രതീര ഗ്രാമവും നല്ല തുറമുഖവും എന്ന് പരിപ്ലസുകാരൻ പറയുന്ന ബലിത വർക്കലയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒടുവിലത്തെ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന വിഴിഞ്ഞമാണെന്നും ഒരു പക്ഷം ഇല്ലാതില്ല. AD 11ാം ശതകത്തിലെ ചേര ചോള യുദ്ധത്തിന്റെ പ്രധാന രംഗമായിരുന്നു വിഴിഞ്ഞം. രാജേന്ദ്ര ചോളൻ AD 1012 മുതൽ 1044 വരെ വിഴിഞ്ഞം കീഴടക്കുകയും രാജേന്ദ്ര ചോള പട്ടണം എന്ന് പേര് മാറ്റുകയും ചെയ്തു. യവന കൃതികളിൽ പരാമൃഷ്ടമായ മറ്റൊരു തുറമുഖമാണ് നൗറ. മുസിരിസിന് വടക്കായിരുന്നു അത്. നൗറ കണ്ണൂരാണെന്നത്രേ പണ്ഡിതാഭിപ്രായം. ഇപ്പോൾ നിശേഷം വിസ്മൃതമായിരിക്കുന്ന മറ്റൊരു തുറമുഖമാണ് മാന്തൈ. പ്രാചീന തമിഴ് കൃതികളിൽ പലയിടത്തും ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. AD 8ാം ശതകം വരെ വഞ്ചിയും തൊണ്ടിയും കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു മാന്തൈ. തമിഴ് കൃതികളിൽ ഇതിനെക്കുറിച്ചുള്ള മനോഹരമായ വർണ്ണനകൾ കാണാം. ഇതിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കാൻ തരമില്ല. മലബാർ തീരത്തെ മറ്റ് 2 തുറമുഖങ്ങളായിരുന്നു വാക്കൈയും പന്തറും. വാക്കൈയെക്കുറിച്ച് പല കൃതികളിലും വാക്കൈ പെരുംതുറൈ എന്ന് പരാമർശിച്ചിരിക്കുന്നതിൽ നിന്ന് ഇത് പ്രാചീന കേരളത്തിലെ ഒരു വലിയ തുറമുഖമായിരുന്നു എന്ന് ഊഹിക്കാം. പന്തർ നഗരം മുത്തുകൾക്ക് കേൾവിപ്പെട്ട ഐശ്വര്യസമ്പന്നമായ തുറമുഖമായിരുന്നുവെന്ന് പതിറ്റുപ്പത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇതിന്റെ സ്ഥാനവും കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. എങ്കിലും ചിലരുടെ അഭിപ്രായത്തിൽ ഇത് പന്തലായിനി കൊല്ലമാണ്. ഈ പഴയ തുറമുഖങ്ങൾക്കൊന്നിനും ഇന്ന് യാതൊരു പ്രാധാന്യവുമില്ല. കേരളത്തിന്റെ മഹത്തായ നാവിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള സ്മരണകളായി മാത്രം അവ അവശേഷിക്കുന്നു. പിൽക്കാലത്തെ തുറമുഖങ്ങൾ. പിൽക്കാലത്ത് പ്രാമുഖ്യം നേടിയ തുറമുഖങ്ങളെ കുറിച്ചുകൂടി പറഞ്ഞാലേ ഈ അധ്യായം പൂർണ്ണമാവുകയുള്ളൂ.
കൊല്ലവും കൊച്ചിയും കോഴിക്കോടുമാണ് അവയിൽ ഏറ്റവും മികച്ചവ. കൊല്ലം തുറമുഖം എന്നാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നതെന്ന് വ്യക്തമല്ല. കോസ്മസ് AD 6-ാം ശതകത്തിൽ പറയുന്ന മാലിയും ചൈനയിലെ താങ് വംശരേഖകളിൽ പരാമർശിക്കുന്ന മാഹ്ലായിയും കൊല്ലമാണെന്ന് വരാം. സുലൈമാന്റെ സന്ദർശനകാലത്ത് 851-ൽ ചൈനക്കാരുടെ വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു കൊല്ലം. ഓരോ ചീനക്കപ്പലും കൊല്ലത്ത് 1000 ദിനാർ ചുങ്കം കൊടുത്തിരുന്നു. 13-ാം ശതകത്തിന്റെ അവസാനത്തോടുകൂടി മാർക്കോപോളോവിന്റെ സന്ദർശന കാലത്ത് അറബികളുടെ കടുത്ത മത്സരത്തിന്റെ ഫലമായി ചൈനക്കാരുടെ വാണിജ്യം ഗണ്യമായി കുറഞ്ഞു. എങ്കിലും പിന്നെയും ചീനക്കപ്പലുകൾ കൊല്ലത്ത് അടിഞ്ഞുകൊണ്ടിരുന്നു. 14-ാം ശതകത്തിലെ പ്രസിദ്ധ മുസ്ലിം സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത അന്നും കൊല്ലം ചൈനക്കാരുടെ പ്രധാനപ്പെട്ട കച്ചവട താവളമായിരുന്നു എന്ന് പറയുന്നുണ്ട്. 13-ാം ശതകത്തിനു ശേഷമേ കോഴിക്കോട് പ്രാധാന്യത്തിലേക്ക് ഉയരുന്നുള്ളൂ. 13-ാം ശതകത്തിന്റെ ഒടുവിൽ കേരളത്തിൽ വന്ന മാർക്കോപോളോ കോഴിക്കോടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. 1341-ൽ കൊടുങ്ങല്ലൂരിനുണ്ടായ അധപതനത്തിന് ശേഷം കോഴിക്കോടിന്റെ പദവി ക്രമേണ വർദ്ധിച്ചു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും സാമൂതിരിമാരുടെ ആസ്ഥാനമെന്ന ബഹുമതിയും കോഴിക്കോടിന്റെ പ്രാമുഖ്യത്തിന് സഹായകമായി. സാമൂതിരിമാരുടെ സഹിഷ്ണുതാ നയവും അവർ വിദേശ വ്യാപാരികൾക്ക് അനുവദിച്ചു കൊടുത്ത ആനുകൂല്യങ്ങളും ചൈനക്കാരിലും അറബികളിലും കോഴിക്കോടിനോട് ഒരു വിശേഷാഭിമുഖ്യം ഉളവാക്കി. 1498-ൽ വാസ്കോഡഗാമ വന്നിറങ്ങുമ്പോൾ കേരളത്തിന്റെ പ്രശസ്തമായ തുറമുഖങ്ങളിലൊന്നായി വികസിച്ചു കഴിഞ്ഞിരുന്നു കോഴിക്കോട്. ഈ 3 തുറമുഖങ്ങളിൽ കൊച്ചി ഒടുവിലാണ് വാണിജ്യപരമായി വളർന്നത്. പ്ലീനി, ടോളമി തുടങ്ങിയ യവന ഭൂമിശാസ്ത്രകാരന്മാരും ഇബ്നു ബത്തൂത്ത, മാർക്കോപോളോ തുടങ്ങിയ മധ്യകാല സഞ്ചാരികളും കൊച്ചിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. 1341-ലെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് കൊടുങ്ങല്ലൂർ ക്ഷയോന്മുഖമായതിനു ശേഷമാണ് കൊച്ചി തുറമുഖം രൂപം കൊണ്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അധികം കഴിയുന്നതിനു മുൻപ് കൊച്ചി കൊടുങ്ങല്ലൂരിന്റെ ശക്തനായ ഒരു പ്രതിയോഗിയായി വളർച്ച നേടി. 1409-ൽ മാഹുവാനും 1440-ൽ നിക്കോളോ കോണ്ടിയും കേരളം സന്ദർശിച്ചപ്പോൾ കുരുമുളകിന്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും വാണിജ്യ കേന്ദ്രമെന്ന നിലയിൽ കൊച്ചി നല്ലപോലെ വികസിച്ചിരുന്നു. ചൈനക്കാരും അറബികളും അവിടെ തിരക്കിട്ട് കച്ചവടം നടത്തുകയായിരുന്നു അന്ന്. 15-ാം ശതകത്തിന്റെ ഒടുവിൽ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടുകൂടി കൊച്ചിക്ക് വാണിജ്യപരമായും രാഷ്ട്രീയമായും മികച്ച പ്രാധാന്യം കിട്ടി. കേരളത്തിൽ വച്ചുണ്ടായ യൂറോപ്യൻ ശക്തികളുടെ പരസ്പര സംഘട്ടനത്തിന്റെ ഒടുവിലത്തെ ചരിത്രം ഈ തുറമുഖത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതാണ്.